ഏകാദശി നിറവിൽ ഗുരുവായൂർ ക്ഷേത്രം വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായി ഇന്ന് അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. പുലർച്ചെ 3-ന് തുറന്ന നട നാളെ രാവിലെയാവും അടയ്ക്കുക. ഏകാദശി പുണ്യം നേടാൻ വ്രതശുദ്ധിയോടെ പതിനായിരങ്ങൾ ഗുരുവായൂരപ്പ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നു. ഉപവസിച്ചും നാരായണനാമം ചൊല്ലിയും ഗുരുവായൂരപ്പനെ ഭജിച്ച് പതിനായിരങ്ങൾ ദർശന പുണ്യം നേടി. പീലിത്തിരുമുടി ചാർത്തി പൊന്നോടക്കുഴലുമായി മന്ദഹാസത്തോടെ ആശ്രിത വത്സലനായ ഭഗവാൻ ഗുരുവായൂരപ്പൻ ഭക്തർക്ക് ദർശന പുണ്യമായി. ഇന്ന് ഗുരുവായൂർ ദേവസ്വം വക ഉദയാസ്തമന പൂജയോടെയുള്ള വിളക്കാഘോഷമാണ്. ക്ഷേത്രത്തിൽ രാവിലെ നടന്ന ശിവേലിക്ക് കൊമ്പൻ ഇന്ദ്രസെൻ തിടമ്പേറ്റി. പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് നടന്ന എഴുന്നള്ളിപ്പിന് കൊമ്പൻ ശ്രീധരൻ കോലമേറ്റി. പല്ലശന മുരളിയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായി. തിരിച്ചെഴുന്നള്ളിപ്പിന് നാദസ്വരമുണ്ടായി. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് കൊമ്പൻ ഇന്ദ്രസെൻ ഗുരുവായൂരപ്പന്റെ സ്വർണ്ണക്കോലമേറ്റു. ദർശനത്തിനും പ്രസാദകൂട്ടിനും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ 5 മുതൽ വൈകിട്ട് 5 വരെ VIP ദർശനം അനുവദിക്കാതിരുന്നത് സാധാരണ ഭക്തർക്ക് ഏറെ ഉപകാരമായി. ഏകാദശി വ്രതം എടുക്കുന്നവർക്കായി അന്നലക്ഷ്മി ഹാളിലും തെക്കേനടയിലെ ശ്രീഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലുമായി പ്രത്യേക വിഭവങ്ങളോടെയുള്ള പ്രസാദകൂട്ട് രാവിലെ 9-ന് ആരംഭിച്ചു. ഗോതമ്പ് ചോറ്, രസക്കാളൻ, പുഴുക്ക്, ഉപ്പിലിട്ടത്, ഗോതമ്പ് പായസം എന്നീ വിഭവങ്ങളാണ് ദേവസ്വം ഒരുക്കിയത്. മീഡിയ ടൈം, ഗുരുവായൂർ.